ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇന്നലെ ഒരു പേര് പറഞ്ഞു. സുഭാഷ് കപൂർ എന്നാണ് ആ പേര് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരിക്കും ആരാണ് സുഭാഷ് കപൂർ? സുഭാഷ് കപൂർ എന്നുള്ള പേര് വളരെ മനോഹരമായൊരു പേരാണല്ലേ. അയാളെ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾ ലോകത്തിലെ 1-ാം നമ്പർ വിഗ്രഹക്കൊള്ളക്കാരനാണ്. വിഗ്രഹക്കൊള്ളയോ? അതെന്താ? നമ്മുടെ കേരള പോലീസിൽ ഒരു പ്രത്യേക സ്ക്വാഡുണ്ട്, അറിയാമോ? ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ്. ക്ഷേത്രമോഷണങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സ്ക്വാഡ് കേരള പോലീസിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാം, കേരളത്തിൽ പള്ളികളിലെയും മസ്ജിദുകളിലെയും മോഷണം അന്വേഷിക്കാൻ വേണ്ടി സ്ക്വാഡില്ല. കാരണം അവിടെ മോഷ്ടിക്കാൻ വിലപിടിപ്പുള്ളതൊന്നുമില്ല. ഉണ്ട്, പണം ഉണ്ടാവാം, സാധനങ്ങളുണ്ടാകാം. പക്ഷേ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവിൻ്റെ, സ്വർണ്ണമാണെങ്കിൽ 5 കിലോ സ്വർണ്ണത്തിന് 5 കിലോ സ്വർണ്ണത്തിൻ്റെ വിലയല്ല, വിശ്വാസികൾ കൊടുക്കുന്നൊരു മോഹവിലയുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ പൗരാണികത കണക്കാക്കി അതിൻ്റെ വില അനേകമായിരം ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അപ്പോൾ ലോകത്തിലെ പല ഭാഗത്തുള്ള മ്യൂസിയങ്ങളിലും, വിദേശത്തൊക്കെ പോയാൽ, ലണ്ടനിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ ഒക്കെ പോയാൽ, ജർമ്മനിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശസ്തമായ, ഇപ്പോൾ ലൂവ്രെ മ്യൂസിയത്തിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് വലിയൊരു മോഷണം നടന്നു. ഫ്രാൻസിൽ, പാരീസിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൻറ്റിക്കുകളിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ മൂർത്തിയായി കണ്ട് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് വിദേശങ്ങളിൽ വിൽക്കുന്നവർ, അത് മ്യൂസിയങ്ങളിൽ വെക്കാൻ വിൽക്കുന്നവർ, പിന്നെ വിദേശങ്ങളിലുള്ള ഭക്തരായ ആളുകൾക്ക് ആ വിഗ്രഹം തൻ്റെ വീട്ടിൽ വെക്കണമെന്നുള്ള ദുഷ്ടമനസ്ഥിതിയുള്ള ഭക്തരുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കൊടുക്കുന്നവർ, അങ്ങനെയുള്ളൊരു ഗ്യാങ് ഉണ്ട്. അങ്ങനെയുള്ള ഗ്യാങ്ങിൻ്റെ ഒരു തലവനാണ് സുഭാഷ് കപൂർ. ഇയാൾ സഞ്ജീവനി അശോകൻ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ഈ ടെറാക്കോട്ട ശില്പങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഇരിക്കെ അയാളോട് ഒരാൾ പറഞ്ഞു, ഈ പുരാതന വിഗ്രഹങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ വലിയ വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ചോളകാലത്തെ വിഗ്രഹങ്ങൾ. തമിഴ്നാട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ചോളകാലത്തുണ്ടാക്കിയ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിതിയിൽ വലിയ മനോഹരമാണ്. അവിടുത്തെ വിഗ്രഹങ്ങളും അതിമനോഹരമാണ്, അമൂല്യമാണ്. ചോള രാജാക്കന്മാർ അവരുടെ സമ്പത്തിൻ്റെ നല്ല ഭാഗം ക്ഷേത്രങ്ങളുടെ നിർമ്മിതിക്കും അവിടുത്തെ ദേവതയ്ക്കും വേണ്ടിയാണ് സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ കിട്ടിയ വലിയ മൂല്യം ഉണ്ടാക്കാം, വലിയ പണമുണ്ടാക്കാമെന്ന് ഈ സഞ്ജീവനി അശോകൻ സുഭാഷ് കപൂറിനോട് പറയുന്നു. അപ്പോൾ ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളുണ്ടെന്ന് അറിയണം. പിന്നെ എല്ലാ ക്ഷേത്രത്തിലും കയറി കൊള്ളയടിക്കാൻ പറ്റുമോ? ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാൾ അപ്പോൾ വളരെ ആധികാരികമായി ഇദ്ദേഹം ഈ ക്ഷേത്രക്കൊള്ള നടത്താൻ തീരുമാനിച്ചു. അതിന് പുള്ളി 3 പുസ്തകങ്ങൾ വായിച്ചു. ഒന്ന് ചോളക്ഷേത്രങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകം. അധ്വാനിയാണ് കേട്ടോ, പറയാതല്ല, അധ്വാനിയാണ്, കഠിനാധ്വാനം ചെയ്തു. ചോളക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന പേരിൽ SR ബാലസുബ്രഹ്മണ്യം എഴുതിയ പുസ്തകം. പിന്നീട് ആദ്യകാല ചോള വെങ്കലങ്ങൾ എന്ന തലക്കെട്ടിൽ ഗൽഗ്ലസ് ബാരറ്റ് എഴുതിയ പുസ്തകം. 3ാമത്തെ പുസ്തകം ദക്ഷിണേന്ത്യയിലെ വെങ്കലങ്ങൾ എന്ന പേരിൽ PR ശ്രീനിവാസൻ എഴുതിയ 3 പുസ്തകങ്ങൾ ഇയാൾ സുഭാഷ് കപൂർ വായിച്ചു പഠിച്ചു. അപ്പോൾ നിങ്ങൾ കഥ കേൾക്കുകയാണ് എന്ന് കരുതി ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർ പോകരുത്. കാരണം ഹൈക്കോടതി ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് സുഭാഷ് കപൂറിൻ്റെ പേര് ഇന്നലെ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ 3 പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പ്രധാനപ്പെട്ട ഏതെല്ലാം ക്ഷേത്രങ്ങൾ, അവിടെ ഏതെല്ലാം വിഗ്രഹങ്ങളുണ്ട്. ഇനി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ പലതരത്തിലുണ്ട്. നിത്യാരാധനയുള്ളതുണ്ട്, വിശേഷ ദിവസങ്ങളിൽ മാത്രം ആരാധനയുള്ളതുണ്ട്, തകർന്നു കിടക്കുന്നവയുണ്ട്. അങ്ങനെ ഇയാൾ കാറ്റഗറി ചെയ്ത് ഉണ്ടാക്കി ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മോഷണം ആരംഭിച്ചു. ഇയാൾ മോഷ്ടിച്ച ക്ഷേത്രങ്ങളുടെ കണക്ക് കേട്ടാൽ ഞെട്ടും. ഒന്ന്, പുരാതന വസ്തുക്കൾ. തമിഴ്നാട് അരിയനെല്ലൂർ ജില്ലയിലുള്ള വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ 10 വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു, കയറ്റുമതി ചെയ്തു. എത്ര കോടി രൂപ കിട്ടിയെന്നറിയോ? ഈ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ 10 വിഗ്രഹങ്ങൾക്ക് സുഭാഷ് കപൂറിന് കിട്ടിയത് 800 കോടി രൂപ. ഇയാൾ അമേരിക്കൻ പൗരനാണ്, ഇന്ത്യക്കാരാണ്, അമേരിക്കൻ പൗരത്വമുണ്ട്. അതിനുശേഷം ഇത് ആർട്ട് ഓഫ് പാസ്റ്റ് എന്നും പറഞ്ഞൊരു ഇയാൾക്ക് ഒരു ഗാലറി ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട് പുറത്ത്. ആ ആർട്ട് ഗാലറി വഴിയാണ് വിൽപ്പന നടത്തിയത്. അമേരിക്കയിലെ ഗാലറി ആർട്ട് ഓഫ് പാസ്റ്റ്, പഴയ കാലത്തെ കല എന്ന പേരിലുള്ള ഒരു ഗാലറി വഴി വിറ്റു. അത് അമേരിക്കൻ ഗാലറിയാണ്. അവിടെ അവസാനം ഈ ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി അമേരിക്കയ്ക്ക് ഇയാളെക്കുറിച്ചൊരു അറിയിപ്പ് കൊടുത്തപ്പോൾ, അത് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം എന്ന് ഞാൻ പറയും. അത് പറയുമ്പോൾ ചുമ്മാ ഇതിനിടയ്ക്ക് മോദിയെ സൂചിപ്പിക്കാൻ പറഞ്ഞു എന്നല്ല ഞാൻ പറയാം.
അത് പറയാൻ കാരണം എന്താണെന്നുള്ളത്. അങ്ങനെ അമേരിക്ക FBI ഈ ആർട്ട് ഗ്യാലറിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ പിടിച്ചെടുത്തത് 1193 കോടി രൂപ വില മതിക്കുന്ന 2500 ഐറ്റങ്ങൾ പിടിച്ചെടുത്തു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതാ. സുഭാഷ് കപൂർ തമിഴ്നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടെന്ന് ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു 316 മറ്റോ ക്ഷേത്ര മോഷണങ്ങളുമായി ബന്ധപ്പെട്ട 46 ഫയലുകളുണ്ട്. കർണാടക ഹൈക്കോടതി കഴിഞ്ഞ മാസം ചോദിച്ചു, തമിഴ്നാട്ടിലെ 316 ക്ഷേത്രങ്ങളിലെ മോഷണം സംബന്ധിച്ച 46 ഫയലുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഏതാണ്ട് 46 പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ്. 46 പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒറ്റ മറുപടിയായിരുന്നു. പിണറായി വിജയൻ പറയുന്ന പോലെയായിരുന്നു, എല്ലാം കത്തിപ്പോയി. അപ്പോൾ കോടതി ചോദിച്ചു, എടാ ഇത് കൊള്ളാലോ, 46 പോലീസ് സ്റ്റേഷനിലെ 46 ഫയലും കത്തിപ്പോയി, ഇതാരോ സർക്കുലർ ഇറക്കിയിട്ട് കത്തിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് ചെന്നൈ ഹൈക്കോടതി ചോദിച്ചു. ഇതാണ് നമ്മുടെ വിഗ്രഹ കൊള്ളയുടെ റാക്കറ്റ്. അപ്പോൾ 2500 ഐറ്റംസ്, സുഭാഷ് കപൂർ കടത്തിക്കൊണ്ടുപോയ 2500 ഐറ്റംസ് US ആർട്ട് ഓഫ് പാസ്റ്റ് എന്ന് പറയുന്ന ഗ്യാലറിയിൽ നിന്ന് പിടിച്ചു. തീർന്നില്ല. അങ്ങനെ അതിൽ നിന്ന് ഈ പിന്നീട് 307 പുരാവസ്തുക്കൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സർക്കാരും അവരുമായിട്ടുള്ള ചർച്ച നടത്തി 33 കോടി രൂപ വിലയുള്ള 307 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരിച്ചു കിട്ടി. തിരിച്ചു നൽകുമെന്ന് മാൻഹാട്ടനിലെ ഡിസ്ട്രിക്ട് അറ്റോർണി എൽ ബ്രാഗ് ജൂനിയർ പറഞ്ഞിരുന്നു. മോദി അവിടെ സന്ദർശനം നടത്തിയ സമയത്താണ്. ഞങ്ങളിപ്പോൾ മോദി പോകുന്ന കൂട്ടത്തിൽ ഇത് കൊടുത്തയക്കുമെന്ന് പറഞ്ഞു. തീർന്നില്ല. മോദിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി 2011 ഒക്ടോബറിൽ ജർമ്മനി എന്ത് ചെയ്തു? അവിടെയും കേസുണ്ട്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മോദി അവിടെ എത്തിയപ്പോൾ ജർമ്മനി ഇയാളെ സുഭാഷ് കപൂറിനെ അറസ്റ്റ് ചെയ്തു. 2011 ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇയാളെ 10 വർഷം തടവിന് ശിക്ഷിച്ച് സുഭാഷ് കപൂർ ട്രിച്ചി ജയിലിലുണ്ടായിരുന്നു. അതിനുശേഷം ഫൈൻ അടയ്ക്കണമായിരുന്നു. ഫൈൻ അയാൾ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ പുറത്തു വിട്ടില്ല. ഇപ്പോൾ ഞാൻ കൺഫേംഡ് അല്ല, ഞാനൊന്ന് നോക്കിയപ്പോൾ അയാൾ ഫൈൻ അടച്ചു എന്നും അയാൾ പുറത്താണെന്നും കേൾക്കുന്നു. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ആധികാരികമായി ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനിടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അടുത്തൊരു ടോക്കിൽ നമ്മൾ പക്ഷേ ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥിരീകരിക്കാത്ത ഒരു വിവരം അനുസരിച്ച് സുഭാഷ് കപൂർ ഇപ്പോൾ പുറത്തുണ്ട്. സബ്ജക്റ്റ് ടു കറക്ഷൻ. തീർന്നില്ല. ബൃഹദീശ്വരം ക്ഷേത്രം ഉണ്ടല്ലോ, ബൃഹദീശ്വരം ഈയിടെ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും പോയ ബൃഹദീശ്വരം ക്ഷേത്രം. ബൃഹദീശ്വരം വരദരാജ പെരുമാളിലെ 8 വിഗ്രഹങ്ങൾ സുഭാഷ് കപൂർ മോഷ്ടിച്ചിട്ടുണ്ട്. തീർന്നില്ല. വിഗ്രമംഗലം ചോഴീശ്വര ക്ഷേത്രം, അവിടുത്തെ 6 വിഗ്രഹങ്ങൾ. ബൃഹദീശ്വര വരദരാജ പെരുമാളിലെ 8 അല്ല കേട്ടോ, 18 വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു. വിഗ്രമംഗലം ചോഴീശ്വര ക്ഷേത്രത്തിലെ 6 വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു. ഇനി തീർന്നില്ല. ആസ്ട്രേലിയയിലെ ഒരു മ്യൂസിയത്തിൽ ശ്രീ പുരന്ദരൻ എന്ന് പറഞ്ഞ 900 വർഷം പഴക്കമുള്ള നടരാജ വിഗ്രഹമുണ്ടായിരുന്നു. അത് ബൃഹദീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച് ഓസ്ട്രേലിയയിലെ മ്യൂസിയത്തിൽ വിറ്റതാണ്. നാഷണൽ ക്യാൻബറ, ആസ്ട്രേലിയ ക്യാൻബറയിലെ നാഷണൽ ഗ്യാലറിയിൽ ഇയാൾ $5 മില്യൺ വിലയുള്ള വിഗ്രഹങ്ങൾ വിറ്റിട്ടുണ്ട്. $5 മില്യൺ. 2014 സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ ഈ വിഗ്രഹം, അതായത് ശ്രീ പുരന്ദരൻ ക്ഷേത്രത്തിലെ വിഗ്രഹം, ബൃഹദീശ്വര ക്ഷേത്രത്തിലെ 18 വിഗ്രഹങ്ങളിലും ശ്രീ പുരന്ദർ ക്ഷേത്രത്തിലെ വിഗ്രഹം ഉൾപ്പെടെ അത് ഓസ്ട്രേലിയ 2018 സെപ്റ്റംബറിൽ ഇന്ത്യക്ക് തിരിച്ചു നൽകി. എപ്പോഴാണെന്ന് 2014 സെപ്റ്റംബറിൽ മോദി വന്നതിന് ശേഷം. സൗത്ത് വെയിൽസിലെ ആർട്ട് ഗ്യാലറിയിൽ അർദ്ധനാരീശ്വര വിഗ്രഹം ഉണ്ടായിരുന്നു. അതും തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണ്. അതും മോദിക്ക് തിരിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബോട്ട് 2014 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വന്നപ്പോൾ മോദിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ കൊണ്ടുവന്നു ബൃഹദീശ്വരം ക്ഷേത്രത്തിലെ ഈ വിഗ്രഹം. സുഭാഷ് കപൂർ മോഷ്ടിച്ച് ഓസ്ട്രേലിയക്ക് വിറ്റതാണ്. തീർന്നില്ല. ജർമ്മനിയിലെ ലിൻഡൻ മ്യൂസിയം, മഹിഷാസുരമർദ്ദിനി 9-ാം നൂറ്റാണ്ടിലെ വിഗ്രഹം. ജമ്മുവിലെ പുൽവാമ ക്ഷേത്രത്തിൽ നിന്ന് 1990 സുഭാഷ് കപൂർ മോഷ്ടിച്ചതാണ്. അതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജർമ്മനിയിൽ നിന്ന് തിരിച്ചു കിട്ടി. ഇനി USA ഓഹിയോ ടൊളീഡോ മ്യൂസിയത്തിൽ ശ്രീ പുരന്ദൻ വിനായക ക്ഷേത്ര വരാഹ വിഗ്രഹം, ഭൂമി ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്ന വരാഹമൂർത്തിയുടെ വിഗ്രഹം, അത് സ്റ്റോണിൽ ഉണ്ടാക്കിയതാണ്. അതായത് അമൂല്യമായ ശിലയിലുണ്ടാക്കിയ വിഗ്രഹം ക്ഷേത്രത്തിലെയാണ്. ആ ക്ഷേത്രം അത് ഓഹിയോ ടൊളീഡോ മ്യൂസിയത്തിലിരിക്കുകയായിരുന്നു. സുഭാഷ് കപൂർ കൊണ്ടുപോയതാണ്.
അവിടെ രസികപ്രിയ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിലെ അമൂല്യമായ ഒരു ജലഛായ ചിത്രമുണ്ടായിരുന്നു. അതും ഒഹിയോ മ്യൂസിയത്തിലുണ്ടായിരുന്നു. അതും തിരിച്ചു കിട്ടി ഇന്ത്യക്ക്. 2015 ശിവപാർവതിയുടെ ഒരു വിഗ്രഹം ചോളകാലത്തുണ്ടായിരുന്ന ഡേവിഡ് ഓസ്ലൈ മ്യൂസിയം ഓഫ് ആർട്ട് ബാൽസ്റ്റാഫ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ മ്യൂസിയത്തിലുണ്ടായിരുന്നു. സുഭാഷ് കപൂർ മോഷ്ടിച്ചാണ് തിരിച്ചു കിട്ടി ഇന്ത്യക്ക്. ജൂൺ 2016 മോദി അമേരിക്കയിൽ സന്ദർശിച്ചതിൻ്റെ ഭാഗമായി സുഭാഷ് കപൂർ മോഷ്ടിച്ച 200 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരിച്ചു തന്നു. സിംഗപ്പൂർ 2016 സിംഗപ്പൂരിൽ ഉമാ പരമേശ്വരി ക്ഷേത്രം കുംഭകോണത്തെ ASI പരിപാലിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയത് 2016 സിംഗപ്പൂർ ഇന്ത്യക്ക് തിരിച്ചു തന്നു. നോക്കൂ, മോദി വന്നതിന് ശേഷമാണ്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ട് അവിടുത്തെ മ്യൂസിയത്തിലിരുന്ന ഈ വിഗ്രഹങ്ങൾ മോദി തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ UPA സർക്കാരിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. റോബർട്ട് വാദ്രയെ ഈ പറയുന്ന വിഗ്രഹമോഷണമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ റോബർട്ട് വാദ്ര ആക്രി കച്ചവടം ഭദ്രാവതി കച്ചവടക്കാരനാണെന്നൊക്കെ പറയുന്നത്. ഇപ്പം പിച്ചറ വെങ്കല സാധനങ്ങളൊക്കെ വിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അനുഷ്ക മൈനോ എന്ന് കേട്ടിട്ടുണ്ടോ? അനുഷ്ക മൈനോയുടെ ഒരു സഹോദരിയുടെ പേര് ഞാൻ പറയാം. എഡ്യുഗെ അന്റോണിയോ അൽബിന മൈനോ കേട്ടിട്ടുണ്ടോ? സോണിയാഗാന്ധിയുടെ പേരുമായിട്ട് സോണിയാഗാന്ധിയുടെ പേരാണ്. സോണിയാഗാന്ധിയുടെ ഒറിജിനൽ പേരാണ് എഡ്യുഗെ അന്റോണിയോ അൽബിന മൈനോ. അവരെയാണ് നമ്മൾ സോണിയാഗാന്ധി എന്ന് വിളിക്കുന്നത്. അവരുടെ സഹോദരിയുടെ പേരാണ് അനുഷ്ക മൈനോ. 2 സഹോദരിമാരാണ്. ഒന്ന് നദിയ, ഒന്ന് അനുഷ്ക മൈനോ. അനുഷ്ക മൈനോയ്ക്ക് സോണിയാഗാന്ധിയുടെ ജന്മസ്ഥലമായ ഇറ്റലിയിലെ ഗ്രാമത്തിൽ 2 ആൻറ്റിക് ഷോപ്പുകളുണ്ട്. സോണിയാഗാന്ധിയുടെ കുടുംബ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ പൂമുഖത്ത് സ്വീകരിക്കുന്നത് ഒരു കൂറ്റൻ നടരാജ വിഗ്രഹമാണ്. എവിടെ നിന്ന് കിട്ടിയെന്നത് അറിയില്ല. അവർ സോണിയാഗാന്ധിയുടെ സഹോദരി അനുഷ്ക നടത്തുന്ന 2 ഷോപ്പുകളുണ്ട്. 2 ഷോപ്പുകൾ, ഒന്നിൻ്റെ പേര് ആൻറ്റിക് ഷോപ്പുകളിൽ ഒന്നിൻ്റെ പേര് ഗൺപത്ത് എന്നാണ്. അവിടെയൊക്കെ വിൽക്കുന്നത് വിഗ്രഹങ്ങളാണ് സാർ, പുരാവസ്തുക്കളാണ് സാർ. കൂടുതലും ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് പോയതാണ് സാർ. പിന്നെ റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ്. അതെ. സോണിയാഗാന്ധിക്ക് പാർലമെൻറ്റ് അംഗമെന്നതിൽ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കയറി പോകായിരുന്നു. അതെ. പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ പോവാം. അതെ. രാഹുൽ ഗാന്ധിക്ക് നേരത്തെ പോകാമായിരുന്നു. അവരുടെ അച്ഛനായ രാജീവിന് പോകാമായിരുന്നു, സെക്യൂരിറ്റി പരിശോധനയൊന്നുമില്ലാതെ. പക്ഷേ നമ്മുടെ എയർപോർട്ടുകളിൽ UPA സർക്കാരിൻ്റെ കാലത്ത് പ്രിയൻ പറഞ്ഞ ആളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി പരിശോധനയും കൂടാതെ കയറ്റി വിടണം. ആരെ? റോബർട്ട് വാദ്രയെ. നരേന്ദ്രമോദി വന്നപ്പോഴാണ് എടുത്തു കളഞ്ഞ്. ആര് ഇയാൾ? റോബർട്ട് വാദ്ര. സോണിയാഗാന്ധി പാർലമെൻറ്റ് അംഗമാണ്. ശരി, ഡിപ്ലോമാറ്റിക് ചാനലിൽ പോകും. അവരുടെ മരുമകൻ എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനലിൽ പോകുന്നത്? ബന്ധമില്ലല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രിയൻ പറഞ്ഞതുപോലെ വിഗ്രഹ കള്ളക്കടത്തുകാരനാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, ആണെങ്കിൽ ഈ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നമ്മൾ സ്വപ്ന സുരേഷ് സ്വർണം കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഈ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ എന്തെല്ലാം വിഗ്രഹങ്ങൾ പോയിട്ടുണ്ടാവാം. ആണെങ്കിൽ ഞാനാണ് റോബർട്ട് വാദ്ര വിഗ്രഹ കള്ളക്കടത്തുകാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വേറെ സോണിയാഗാന്ധി തന്നെ കൊണ്ടുപോകുന്ന ബാഗുകളിൽ ഉള്ള എന്തെങ്കിലും സാധനം അനുഷ്ക മൈനോയുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടാകുമോ അറിയില്ല. അപ്പോൾ ഏതായാലും കേരള ഹൈക്കോടതി ഇന്നലെ നാടകീയമായി സുഭാഷ് കപൂറിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ നെക്സസാണ്. ഈ സുഭാഷ് കപൂറും ഈ പറഞ്ഞ ആളുകളും നമ്മൾ പ്രധാനപ്പെട്ട അവരും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലതാ, ഇത്രയും ആയിരക്കണക്കിന് വിഗ്രഹങ്ങളൊക്കെ കടത്തണമെങ്കിൽ അറിയില്ല. ഇനിയിപ്പോൾ ഈ നമ്മൾ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അവരൊന്നും നമ്മുടെ തലക്കാരണ്ട. ജനം തീരുമാനിക്കട്ടെ. ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുണ്ട്. ഏതായാലും നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയി നമ്മൾ ജീവൻ കൊടുത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമെന്ന് കരുതിയിരുന്ന മൂർത്തികളുടെ വിഗ്രഹങ്ങളാണ് ഈ നാട്ടിലെ കള്ളന്മാർ. സുഭാഷ് കപൂറിനെ പോലെയുള്ള ആൾ, ഇയാൾക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ സാധനമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു ശൃംഖല ഉണ്ടാവും അല്ലേ? നമ്മളിതിൻ്റെ കൂടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഈ വിഗ്രഹക്കടത്തിൻ്റെ റൂട്ടാണത്. ആ റൂട്ടിലൂടെ പോകണമെങ്കിൽ അതിൻ്റെ ഒരറ്റത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാവും, മുരാരി ബാബു ഉണ്ടാവും, ദേവസ്വം ബോർഡിലെ പലരും ഉണ്ടാവും. ഇതൊരു വലിയ ചെയിനാണ്, ആഗോള റാക്കറ്റാണ് സാർ. അല്ല ശബരിമലയിൽ CPMകാർ വന്ന് കൊള്ളയടിച്ചു എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേ ഈ കൊള്ളയടിച്ചവർ, അതിന് പാർട്ടി ഉണ്ടെങ്കിൽ പാർട്ടി, അതിന് സർക്കാരിൻ്റെ ഒത്താശ ഉണ്ടെങ്കിൽ ആ ഒത്താശ ചെയ്തു കൊടുത്തവർ, അതെല്ലാം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ ചങ്ങലക്കണ്ണിയുടെ ഭാഗങ്ങളാണ്. ശബരിമലയിലെ വിഗ്രഹ
ദാരുശില്പങ്ങളുടെ കടത്ത്, സ്വർണ്ണ മോഷണം, വാതിൽപ്പാളിയുടെ കടത്തൊക്കെ ഒരു ചെറിയ സംഗതിയായി നിങ്ങൾ കാണരുത്. ഇതൊരു ആഗോള നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക. എങ്ങനെ നശിപ്പിക്കുക? വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടു. രണ്ടാമത്, അതോടുകൂടി ക്ഷേത്ര ചൈതന്യം ഇല്ലാതാക്കുക. ഓർക്കുന്നുണ്ടോ, പണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയപ്പോൾ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കള്ളനാണ് കൊണ്ടുപോയത്. ഒരു പെൺകുട്ടിയുടെ നോട്ട് പുസ്തകത്തിൻ്റെ കടലാസ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെയാണ് അങ്ങനെയാണ് അന്വേഷിച്ച് പോയി പിടിച്ചത്. അപ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ ചോദിച്ചു, ഭഗവാൻ എന്തിനാ പാറാവെന്ന്. അങ്ങനെയുള്ളവരാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ മോഷണം വെറും ഒരു കൊച്ചു സംഭവമായി കാണണ്ട. ആ അന്താരാഷ്ട്ര നെറ്റ്വർക്കിൽ കേരളത്തിലെ പാർട്ടിയുണ്ടോ, കേരളത്തിലെ സർക്കാരുണ്ടോ, അതിലെ ആരൊക്കെ പങ്കാളികളാണ്? പാർട്ടിയാകെ വിഗ്രഹക്കള്ളക്കടത്ത് നടത്തുന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അതിൽ ചിലർക്ക് പങ്കുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘം ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് അന്വേഷിക്കുകയാണല്ലോ. പ്രതിയായിട്ട് 2 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യണ്ടേ? അതെ. വാസുവിനെ അറസ്റ്റ് ചെയ്യണ്ടേ? പ്രതികളല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം തലയിൽ വെച്ചിട്ട് ഈ വെങ്കടേഷൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കളിക്കുകയാണ്. അത് ഹൈക്കോടതി കാണുന്നില്ല. അവസാനം സംഭവിക്കാൻ പോകുന്നത്, കുറച്ച് സ്വർണം പോയി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെടുത്തു, മുരാരി ബാബു ആരെങ്കിലുമൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കും. ശരിക്കും ഇത് അന്വേഷിച്ച് പോയാൽ ഇതെത്തുന്നത് വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കാണ് എന്നതിൻ്റെ സൂചനയാണ്. ആ സൂചന ഉറപ്പിക്കുകയാണ് സുഭാഷ് കപൂറിൻ്റെ പേര് ഇന്നലെ പറഞ്ഞതിലൂടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. കോടതി അത് പറഞ്ഞത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം.